പക്ഷേ നമുക്കെപ്പോഴും ആ ഒരു അനലോഗിൽ ആ ഒരു റെഡ് ലൈൻ ഇങ്ങനെ തത്തി കളിക്കുന്ന ഒരു ഫീൽ വേണം. അപ്പോൾ നമ്മുടെ ഡീസൽ എന്ന് പറയുന്ന ആ ഒരു ഫ്യൂലും പെട്രോൾ എന്ന് പറയുന്ന ഫ്യൂലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പെട്രോൾ പെട്ടെന്ന് വറ്റിപ്പോകുന്നൊരു ഫ്യൂലാണ്. ചില വണ്ടികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിത്തിരി അതിശയോക്തി കലർത്തി പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരിത്തിരി അതിശയോക്തി കലർത്തി പറയാവുന്ന വണ്ടിയോ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ ഡിവിഷനുമാണ് ഈ ഒരു എൻ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മെഴ്സിഡീസ് ബെൻസിൻ്റെ AMG പോലെന്നോ അല്ലെങ്കിൽ BMW M ഡിവിഷൻ പോലെ നമുക്ക് എൻ ലൈനെ പറയാം. അപ്പോൾ എൻ ലൈൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ i20 ഉണ്ടായിരുന്നു. i20 പിറകെ തന്നെ ഒരു എൻ ലൈനായിട്ട് വെന്യൂ കൂടി വന്നേക്കാണ്. അപ്പോൾ ഇത് Hyundai Venue N Line ആണ്. വെൽക്കം ടു വണ്ടിപ്രാന്തൻ. അപ്പോൾ ഈ ഒരു എൻ ലൈൻ ഡിവിഷനിൽ അല്ലെങ്കിൽ എൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെന്യൂവിന് ഒരു ഇത്തിരി സവിശേഷതകളുണ്ട്. നമ്മൾ വെന്യൂവിൻ്റെ വീഡിയോ മൾട്ടിപ്പിൾ ടൈം ചെയ്തതിരിക്കും ഈ ഒരു എൻ ലൈൻ്റെ ഫീച്ചറൊക്കെ തന്നെ പറയാം. എനിക്ക് എൻ ലൈൻ്റെ ഈ റെഡ് ലൈൻ ശരിക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതായത് പ്രത്യേകിച്ചും റെഡ് ലൈനിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ അല്ലെങ്കിൽ ആൾക്കാരാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ ഈ റെഡ് ലൈനിന് അത്യാവശ്യം വാലിഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ റിലവൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് Hyundai Venue N Line. ഈ ഒരു Hyundai Venue N Line 13,30,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർ കോട്ടസി ടു NCS Hyundai കൊച്ചി. അപ്പോൾ NCS Hyundai എന്ന് ആ ഒരു പ്രൈസൊക്കെ എടുത്തോളൂ, അത്യാവശ്യം നല്ല ഡീലിൽ വണ്ടിയൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു Hyundai Venue N Lineൻ്റെ പ്രത്യേകതകളിൽ ഈ ഒരു റെഡ് ലൈനാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് കുറേ അധികം റെഡ് ലൈൻ ഉണ്ട്. കൂടാതെ ഒരിത്തിരി സ്പോർട്ടി ഫീൽ കൊടുക്കാനായിട്ട് ആ ഒരു സ്കിഡ് പ്ലേറ്റുകൾ ഫേക്ക് ആണെങ്കിൽ കൂടി ആ ഒരു സ്കിഡ് പ്ലേറ്റ് 2 പീസായിട്ടാണ്. കൂടാതെ ഡാർക്ക് റൂമിൽ ആ വലിയ ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിൻ്റെ മുകളിൽ N Line എന്നുള്ള ലോഗോ കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു Hyundai Venueലാണ് ആദ്യമായിട്ട് ഈ ഒരു ബമ്പറിൽ നമ്മൾ ഹെഡ് ലാമ്പ് കണ്ടത്. കണ്ടോ, ആ ഒരു DRലോട് കൂടിയ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാണാം. കൂടാതെ മുകളിലായിട്ട് ആ ഒരു ഇൻഡിക്കേറ്റർ കൊണ്ട് കാണാം. അപ്പോൾ തീർത്തും കൗതുകമുള്ള ഒരു മുൻവശമാണ് Hyundai Venueൻ്റെ, പ്രത്യേകിച്ചും ഈ ഒരു N Lineൻ്റെ. അപ്പോൾ തീർത്തും കൗതുകമുള്ളൊരു മുൻവശമാണ് Hyundai Venue N Lineൻ്റെ. ഈ ഒരു റെഡ് ഇൻസൈഡ് എന്ന് പറയുന്നത് ആ ഒരു മുമ്പിലെ ബമ്പറിൽ മാത്രമുള്ളത് ഒരിത്തിരി സട്ടിലായിട്ട് തോന്നിച്ചു. മുകളിലെ റൂഫ് റെയിലുമുണ്ട് ആ ഒരു റെഡ് ഇൻസൈഡ് എന്നുള്ളതാണ്. ഇനി ആ റെഡ് ഇൻസൈഡ് കാണാൻ നമ്മൾ ആ ഒരു ക്ലാഡിങ്ങിലാണ്. കൂടാതെ ബ്രേക്ക് കാലിപ്പർ കൂടി ആ ഒരു റെഡിലാണ്. അപ്പോൾ ഭംഗിയുള്ള ഈ ഒരു അലോയ് വീൽ ഡിസൈനും കൂടാതെ വലിയ വീലുകളും 215 60 616 16 സൈസ് വീലൊക്കെ അത്യാവശ്യം ഒരു വലിപ്പം തോന്നിപ്പിക്കുന്നുണ്ട് ഈ വണ്ടിക്ക്. കൂടാതെ ഈ ഒരു വീൽ ആർസിൻ്റെ മുകളിലും ഉണ്ട് ആ ഒരു റെഡ് ഇൻസൈഡ് എന്നുള്ളതാണ്. ഈ N Line ലോഗോ നമുക്ക് ആ ഒരു ഫെൻഡറിലും കാണാം. ഇനി ബ്ലാക്കിലാണ് ആ ഒരു റിയർ വ്യൂ മിറർ. പിന്നിലെ ആ ഒരു വീൽ ആർച്ചിലും ആ ഒരു റെഡ് ഇൻസൈഡ് ഉണ്ട്. കൂടാതെ ഈ ഒരു വണ്ടിക്ക് പിന്നിൽ ഡിസ്ക് ബ്രേക്കുകളാണെന്നുള്ളതാണ്. ഇപ്പോൾ മുന്നിലെ കാലിപ്പർ റെഡ് ഉണ്ട്, പക്ഷേ പിന്നിലതില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. കൂടാതെ ഈ ഒരു സൈഡ് ക്ലാഡിങ്ങിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൂടിയുണ്ട്. Hyundai N Lineൻ്റെ ഈ ഒരു പിന്നിലും ആ ഒരു ബമ്പറിൽ ആ ഒരു ലൈൻ ഉണ്ട്. കൂടാതെ ആ ഒരു ടിൻ എക്സോസ്റ്റ് സ്ട്രിപ്പുകളുണ്ടല്ലേ. അപ്പോൾ പിന്നിലും ആ ഒരു ഗ്രേ സ്കിഡ് പ്ലേറ്റ് ഉണ്ട്. കൂടാതെ 2 ടെയിൽ ലാമ്പിനെ ബന്ധിപ്പിച്ചൊരു ആ ഒരു LED സ്ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു LED ടെയിൽ ലാമ്പിനെ കുറിച്ച് ഞാൻ വെന്യൂവിൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു LED ടെയിൽ ലാമ്പാണത്. 3 N Line ലോഗോയിൽ 1 എന്ന് പറയുന്നത് ഈ ഒരു പിന്നിലാണ്. 3 അല്ല 4 പിന്നിൽ ബമ്പറിലായിട്ട് ബ്ലാക്ക് ഇൻസൈഡ് ഉണ്ട്. ആ ബ്ലാക്ക് ഇൻസൈഡിന് ഇരുവശം ആ ഒരു റിഫ്ലക്ടറുകൾ കാണാം. റിയർ ഡീഫോഗറും റിയർ വൈപ്പറും ഒരു കാര്യമായിട്ട് പറയണം. കാരണം ടോപ്പിൻ്റെ മോഡലിന് ഇവർ ആ ഒരു ഓട്ടോമാറ്റിക്കിന് ആ ഒരു വൈപ്പർ കൊടുത്തിരുന്നില്ല. അത് മാത്രമല്ല ആ ഒരു മുകളിൽ കാണുന്ന സ്പോയിലറും ബ്ലാക്കിൽ തന്നെയാണ്, പിയാനോ ബ്ലാക്കിലാണ്. ചെറിയ ചെറിയ N Line ടച്ചുകളാണ്, പക്ഷേ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു കൗതുകമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വെന്യൂ N Line അകത്തുമുണ്ട് ആ ഒരു റെഡ് ബിറ്റുകൾ. ഫോർ എക്സാമ്പിൾ ഈ AC-യുടെ ആ ഒരു വെൻറ്റിൻ്റെ മുകളിൽ കൊടുത്ത ചെറിയ കുനിപ്പ് റെഡാണെന്നുള്ളതാണ്. ഇനി ഈ ഒരു AC കൺട്രോൾസും റെഡിലാണ് കേട്ടോ. ഓട്ടോമാറ്റിക് ക്ലൈംട്രോണിക് AC-യുടെ മോഡൽ തന്നെയാണ്. കൂടാതെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചിനുമുണ്ട് ആ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ. ശരിക്കും മനോഹരമാണല്ലേ. കൂടാതെ ആ ഒരു മീഡിയ സ്ക്രീൻ ഇരുവശത്തും AC വെൻറ്റുകൾക്കുള്ളിൽ കൊടുത്തുള്ള ആ ഒരു ചുവന്ന ഇൻസൈഡും കാണാം. ഈ ഒരു N Lineൻ്റെ ഗിയർ ലിവർ കാർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ചൊരു ഗിയർ ലിവറാണെന്ന് എനിക്ക് തോന്നി. അതായത് കാണാൻ നല്ല ഭംഗിയുള്ള കൗതുകമുള്ള ഒരു ഗിയർ ലിവറാണ് ഈ DCTയുടെ ഈ ഒരു ഷിഫ്റ്റർ എന്ന് പറയുന്നത്. ഇനി വയർലെസ് ചാർജർ പോലുള്ള കാര്യങ്ങളും ഈ ഒരു വണ്ടിക്ക് ഉണ്ടെന്നുള്ളതാണ്. താഴെ ആ ഒരു AC വെൻറ്റ് കണ്ടോ, താഴെയായിട്ട് ആ ഒരു മോഡ് ബട്ടൺ കാണാം. ആ ബട്ടണുമുണ്ട് ആ ഒരു റെഡ് സറൗണ്ടിങ്സ്.
ഈ സീറ്റിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും റെഡ് ആണെന്നുള്ളതാണ്, ആ ഒരു റെഡ് ബോർഡർ കേട്ടോ. അപ്പോൾ N Line എന്ന് പറയുമ്പോൾ പൂർണ്ണമായും N Line ആക്കിയിട്ടുണ്ട് ഇവർ വണ്ടി എന്നുള്ളതാണ്. ആ ഫ്ലാഗ് കണ്ടില്ലേ, ഈ ഫ്ലാഗ് നമ്മൾ i20 കണ്ടിട്ട്, കൂടാതെ N എന്നുള്ള ലോഗോ ആ ഒരു സീറ്റിലുമുണ്ട്. അത്യാവശ്യം നല്ല സപ്പോർട്ടീവായിട്ടുള്ള നല്ല പോർഷനുള്ള നല്ല സീറ്റാട്ടോ. കൂടാതെ 6 എയർ ബാഗുകളുടെ സേഫ്റ്റി ഉണ്ട് N Line. ഇതിനു മുന്നേ ഏത് വണ്ടിയിലാണ് നമ്മൾ ഒരു ഇൻബിൽഡ് ഡാഷ് ക്യാം കണ്ടിട്ടുള്ളത്? എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതായത് ഹൈ എൻഡ് വണ്ടികളല്ലാണ്ടേ സാധാരണ വണ്ടികളിൽ വെന്യൂവിൽ ഒരു ഡാഷ് ക്യാം ഉണ്ട്, ഒരു ഇൻബിൽഡ് ഡാഷ് ക്യാം ഉണ്ട്. ആ ഡാഷ് ക്യാം ആ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യുന്നില്ലേ. പെഡലൊക്കെ സ്പോർട്ടിയാണ്. ആ സ്പോർട്ടി പോയിട്ട് i20 കണ്ടു, സെയിം തന്നെ റെഡ് പെഡലും കാണാം. ആ ഒരു സ്റ്റിക്കറല്ല ഞാൻ പറഞ്ഞത്, ആ ഷേപ്പാണ് ഞാൻ പറഞ്ഞത്. കൂടാതെ ഇലക്ട്രിക് സീറ്റ് എന്ന് പറയാം. ഇലക്ട്രിക് സീറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഇലക്ട്രിക് അല്ല, അത് നമ്മൾ ആ ലിവർ പിടിച്ച് തന്നെ വേണം. അപ്പോൾ പ്യുവർലി ഇലക്ട്രിക് അല്ല, ചെറുതായിട്ട് ഇലക്ട്രിക് എന്ന് പറയാം. ആ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൻ്റെ ചുറ്റും ഒരു റെഡ് ലൈൻ കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി ഹ്യുണ്ടായി ഒഴിവാക്കി. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ച് കൂടി കാണാം. സ്റ്റിയറിംഗിൽ ആ സ്റ്റിച്ച് റെഡാണ്, N Lineൻ്റെ ലോഗോ ഉണ്ട്. നല്ല സ്റ്റിയറിംഗ് കേട്ടോ, കാണാനും ഭംഗിയുണ്ട്, പിടിക്കാനും നല്ല സുഖമുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. ക്ലാസിക് സ്റ്റിയറിംഗ് എന്നൊക്കെ പറയാം. മീറ്റർ കൺസോൾ നോക്കിയാൽ എനിക്ക് ഡയലുകളാണ് ഇഷ്ടമെങ്കിൽ കൂടി ഇതിൽ 3 മോഡുകൾക്ക് 3 കളറുകളുണ്ട്. ഈ 3 കളറുകൾ നമുക്ക് ഇഷ്ടംപോലെ മാറ്റാം. അതായത് മോഡിനോട് കണക്ട് ചെയ്തോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വിച്ചിലൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പോൾ അതിനകത്ത് ആ ഒരു MIDയിൽ റീഫ്യൂലിംഗ് കഴിഞ്ഞിട്ടുള്ള ട്രിപ്പ് മീറ്റർ, കൂടാതെ ഓഡോമീറ്റർ, കോമ്പസ്, അങ്ങനെയുള്ള TPMS പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഒരു കാലികമായിട്ടുള്ള മീറ്റർ കൺസോൾ തന്നെ പറയാം. അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിജിറ്റലാണ്, RPM ഡിജിറ്റലാണ്, ആ ഒരു സ്പീഡോമീറ്റർ. കൂടാതെ നമ്മൾ റെവ് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രാഫ് ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നത് കാണാം കേട്ടോ. തീർത്തും മനോഹരമാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു സ്പോർട്ട് മോഡിലെ റെഡ് കളറാണ്, അതല്ലെങ്കിൽ ആ ഒരു റെഡ് തീമാണ്. തീം എന്ന് പറയുമ്പോൾ സ്പോർട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാന്നേ ഉള്ളൂ. റെഡ് കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നോർമൽ, ഈക്കോ, സ്പോർട്ട് എന്നീ 3 ഡ്രൈവ് മോഡുകളുണ്ടല്ലോ, ആ മോഡുകളുടെ കാര്യമാണ് ഞാൻ പറയണത്. താഴെയായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു എൻജിൻ ടെമ്പറേച്ചറും ഫ്യൂൽ മീറ്ററും ആ ഒരു ഗ്രാഫുകളും കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ട് എന്നുള്ളതാണ്. അതായത് തീർത്തും ലളിതമായ സെറ്റിലായിട്ടുള്ളൊരു മീറ്റർ കൺട്രോൾ തന്നെ പറയാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള കാര്യങ്ങളുള്ള ഈ ഒരു മീഡിയ സ്ക്രീനിൽ ഇപ്പോൾ ബ്ലൂ ലിങ്ക് പോലുള്ള ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്, ഇൻബിൽറ്റ് നാവിഗേഷൻ ഉണ്ട്, അതുപോലെ നാച്ചുറൽ സൗണ്ട്സ് ഒക്കെ നമുക്ക്, അതായത് സൗണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, എന്ത് കേൾക്കണം എന്നുള്ളത്. ഇക്വലൈസർ ഉണ്ട്. കൂടാതെ ആ ഒരു സാധാരണ നോക്കുന്ന പോലെ നമുക്ക് ആ ഒരു ഫേഡർ നോക്കി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ അറിയാൻ പറ്റും. അതായത് തീർത്തും ഒരു എന്താ പറയുക, റെസ്പോൺസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു മീഡിയ സ്ക്രീനാണ്. ഒരിത്തിരി ചെറുതാണ് ഇൻ കമ്പാരിസൺ അടുത്ത കാറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പക്ഷേ അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള ഒരു സ്ക്രീനാണെന്ന് തന്നെ സംശയം പറയാം. Hyundai N Line, Hyundai Venue N Line ഓടിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ഹ്യുണ്ടായുടെ പെർഫോമൻസ് ഡിവിഷനാണ് N Line എന്നുള്ളത്. അതായത് ഇപ്പോൾ BMWൻ്റെ M അല്ലെങ്കിൽ എന്താ പറയുക മെഴ്സിഡീസ് ബെൻസിൻ്റെ MG എന്നൊക്കെ ആ ഒരു കമ്പാരിസൺ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിശയോക്തി ഉണ്ട് കുറച്ച്, കാരണം അതെല്ലാം തന്നെ വേറെ ലീഗാണ്. ഇത് സാധാരണക്കാരുടെ ഒരു പെർഫോമൻസ് ഉണ്ട് എന്നൊക്കെ പറയാം. ഫോക്സ് വാഗൻ്റെ GT ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ ആ ഒരു GT TS ഒക്കെ ആ ഒരു ലെവലൊക്കെ കാണാനാണ്. കാരണം ഇതും ഒരു ടർബോ പെട്രോൾ ആണല്ലോ. കൂടാതെ ഇതിനുമുണ്ട് ആ ഒരു 7 സ്പീഡ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ട് 65 കിലോമീറ്റർ സ്പീഡിൽ പോകണം. 65 അല്ല, കുറച്ച് കുറയ്ക്കാം, 60-ലെത്താം. 61 കിലോമീറ്റർ സ്പീഡ്, 60-ൽ പോകണം. 1500 RPM-ലാണ് ഈ ഒരു വണ്ടി 60 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത്. പക്ഷേ ഇതൊരു N Line ആണ്. ഇത് വാങ്ങുന്ന ആൾക്കാർ അങ്ങനെ അത്ര ഒരു ഫ്യൂവൽ എഫിഷ്യൻറ്റ് കൺസ്റ്റേൺഡ് ആൾക്കാരായിരിക്കും സംശയമുണ്ട്. കാരണം ഈ വണ്ടി വാങ്ങുന്നത് ഒരു പെർഫോമൻസ് നോക്കിയിട്ടാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, മോഡ് മാറ്റി. ഡ്രൈവ് മോഡ് 3 ഉണ്ട്. 3 ഡ്രൈവ് മോഡുകളിൽ ഈക്കോ മാറ്റി സ്പോർട്ടാക്കി. പാഡ് ഷിഫ്റ്റ് ഉണ്ട്, ഡൗൺ ചെയ്യാണ്. ഡൗൺ ചെയ്തു. 3, 2 കണ്ടെടുക്കണം. ആ ഒരു ട്രാൻസിഷൻ കേട്ടോ. അതായത് ഈക്കോ മോഡിൽ മെല്ലെ പോയിക്കൊണ്ടിരുന്ന വണ്ടി ആ ഒരു ഗിയർ മാറി, നമ്മൾ ആ ഒരു ഗിയർ മാറി പാഡ് ഷിഫ്റ്റ് വെച്ച് ഗിയർ മാറി നമ്മൾ ആ ഒരു മോഡ് മാറ്റിയപ്പോൾ കയറിപ്പോയി പോക്കണ്ടോ. പക്ഷെ അപ്പോഴെനിക്ക് 1-2 കാര്യങ്ങളിൽ ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. അതായത് ഈ ഒരു വണ്ടി ഇപ്പം മാനുവൽ മോഡിലാണെങ്കിലും ആ ഒരു ഗിയറിൽ ഹോൾഡിൽ പിടിക്കുന്നില്ല. അതായത് ഏകദേശം ഒരു റെഡ് ലൈൻ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ടെന്നാണ്. ഒന്ന് നോക്കാം, ഞാനീ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇപ്പോൾ പാഡ് ഷിഫ്റ്ററിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൺട്രോൾ നമുക്ക് മാനുവൽ മോഡിൽ കിട്ടും. ഞാൻ മാനുവൽ മോഡാക്കി, സെക്കൻഡിലേക്ക് കിട്ടും. കാര്യം എടുക്കണം കണ്ടോ, 6100 RPM എത്തുമ്പോൾ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അതായത് ആ ഒരു റെഡ് ലൈനിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നില്ല എന്നുള്ളത് ഒരു പെർഫോമൻസ് വണ്ടി എന്ന നിലയ്ക്ക് ഇത്തിരി ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. പിന്നെ കാല് കൊടുക്കുമ്പോൾ പറന്ന് കയറി പോകുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. അതായത് വേഗം തന്നെ ഫാസ്റ്റായിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ചുമ്മാ കാലെടുത്ത് കുന്തൽ കാണിച്ച് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് വെന്യൂ എന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജർ പെട്രോൾ എഞ്ചിനാണ്. GDI എന്നാണ് Hyundai വിളിക്കുന്നത്. അപ്പോൾ ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ് GDIയുടെ ഒരു കാര്യം. അപ്പോൾ ആ ഒരു എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 120 PS 172 Nm ആണ്. അപ്പോൾ ഒരു ടർബോ പെട്രോൾ എന്ന നിലയ്ക്ക് അത്യാവശ്യം നല്ല ടോർക്ക് ഉണ്ട്. അതായത് 200 Nm അടുത്ത് ടോർക്ക് ഉണ്ട്. 172 എന്ന് പറഞ്ഞാൽ 200 അടുത്ത് കുറച്ചധികം ദൂരം ഉണ്ട്. എന്നാൽ കൂടി 200 Nm അടുത്ത് ഉണ്ടെന്ന് പറയാൻ ഡീസലുകൾ ഇല്ലാത്ത സമയത്ത് കുറച്ച് ടോർക്കി ആയിട്ടുള്ള വണ്ടി ഓടിക്കണമെങ്കിൽ ഇപ്പോൾ ടർബോ പെട്രോൾ ആണല്ലോ ഏറ്റവും എന്താ പറയുക പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്തിട്ട് 3 ആക്കി കാലെടുക്കണം. ഈ കാലെടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു NVH ലെവലിൻ്റെ ഗുണമാണ്. NVH ലെവലിൻ്റെ ഗുണം നമുക്ക് നമ്മുടെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള വണ്ടി ഓടിക്കുന്ന ആൾക്ക് എന്തൂസിയാസ്റ്റിന് ഒരു വിപരീത ഫലം ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ കാലെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സൗണ്ട് വരുന്നില്ല പറയുമ്പോൾ ആ ഒരു എഞ്ചിൻ്റെ നോട്ടകത്തേക്ക് കാര്യമായിട്ട് വരുന്നില്ല. ഇതൊരു സ്പോർട്ടി നോട്ടുള്ള ഡ്യുവൽ എക്സോസ്റ്റ് പൈപ്പുള്ള വണ്ടിയാണ്. അപ്പോൾ ആ ഒരു നോട്ട് കുറച്ചും കൂടി കേട്ടിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു RPM ഹോൾഡ് ചെയ്ത് പിടിക്കാതെ തന്നെ ഒരു പരാതിയായിട്ട് പറയാനുള്ള കാര്യം. പിന്നെ എന്തൂസിയാസ്റ്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വണ്ടി പ്രാന്തന്മാരെന്ന നിലയ്ക്ക് നമുക്ക് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ടാക്കോമീറ്ററിനൊരു വികാരം തരുന്നില്ല എന്നാണ്. അത് ഈ ടാക്കോമീറ്ററിനകത്ത് നമുക്ക് ആ ഒരു റെഡ് ലൈൻ ഒന്നും ശരിക്കും കാണാൻ പറ്റില്ല. ഈവൻ ദോ നല്ല ഗ്രാഫിക്സ് ആണ്, നല്ല ഒരു എന്താ പറയുക ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും ആ ഒരു അനലോഗിൽ ആ ഒരു റെഡ് ലൈൻ ഇങ്ങനെ തത്തി കളിക്കുന്ന ഒരു ഫീൽ വേണം. പക്ഷെ ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് N ലൈനിന്. അതായത് സാധാ വെന്യൂ തന്നെ അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡീസൽ വേണമെങ്കിൽ ഡീസൽ, പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, അതല്ല ടർബോ പെട്രോൾ ആണെങ്കിൽ N ലൈൻ പോലുള്ള, അല്ലെങ്കിൽ സാധാ ടർബോ പെട്രോളും N ലൈനും ഉണ്ട്. അപ്പോൾ N ലൈനിൻ്റെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സീറ്റ്, ഇലക്ട്രിക് സീറ്റുകൾ ഇറങ്ങും, എല്ലാം ഉണ്ട്. ഇലക്ട്രിക് സീറ്റിന് എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രിക് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാനുവലും ബാക്കിയെല്ലാം ഇലക്ട്രിക്കാണ്. അതെന്താണ് ലോജിക്ക് മനസ്സിലായില്ല. എന്നാലും ആ ഒരു കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ അത്യാവശ്യത്തിന് ഫീച്ചേഴ്സ് ഉണ്ട്, അത്യാവശ്യത്തിനധികം ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ 4 വീല് ഡിസ്ക് ബ്രേക്കുണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ഈ ഒരു വെന്യൂ എന്ന് പറയുന്ന വണ്ടി ശരിക്കും ഒരുപാട് പോസിറ്റീവുള്ള ഒരു നല്ല ഒരു SUV ആണ്, CSUV ആണ്. കാലൊടുക്കുമ്പോൾ വലിച്ചേറി പോകുന്ന ഒരു ഫീല് എന്ന് പറയുന്നത് ശരിക്കും ഡ്രൈവബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. നല്ല ഡ്രൈവബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വെന്യൂ. അതായത് ഈ ടർബോ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പഞ്ചിയാണ്. ആ ഒരു പഞ്ചി എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് കാലൊടുക്കുമ്പോൾ ഓടിക്കുക. അത് മാത്രമല്ല ഗ്ലാസ് താത്തി കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഡൗൺ ചെയ്ത് നോട്ടെ. ഇല്ലേ ആ ഒരു എഞ്ചിൻ്റെ നോട്ട് തികച്ചും ശരിക്കും നല്ല രസമല്ലേ കേൾക്കാനായിട്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും സ്പോർട്ടി ആയിട്ടുള്ള ഒരു SUV എന്ന നിലയ്ക്ക് ഈ ഒരു വെന്യൂവിന് ഒരു അത്യാവശ്യം നല്ല റിലവൻസ് ഉണ്ട്. അതിന് മാത്രം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവറുണ്ട്, ഫീച്ചേഴ്സിന് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫീച്ചേഴ്സ് കൂടിയ വണ്ടിക്ക് പവർ കുറവായിരിക്കും, പവർ കൂടിയ വണ്ടിക്ക് ഫീച്ചേഴ്സ് കുറവായിരിക്കും. ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അത്യാവശ്യത്തിന് എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു വെന്യൂ വന്നേക്കാണ്. വെന്യൂവിൻ്റെ മുമ്പത്തെ DCT കണ്ട ഞങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിരുന്നത് ആ ഒരു വണ്ടിയുടെ ടോപ്പ് എൻഡ് മോഡലിന് റിയർ വൈപ്പർ ഇല്ല. അത് ആ ഒരു വേരിയൻറ്റിൻ്റെ ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ കൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു ആ ഒരു DCT മോഡലിന് വൈപ്പർ ഉണ്ടായില്ല. ഇപ്പോൾ ഈ ഒരു N ലൈന് അത് റിയർ വൈപ്പറും ഉണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. കൂടാതെ സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല ഫീലും ഫീഡ്ബാക്കും തരുന്നുണ്ട്. ഫോർ എ Hyundai നല്ല സ്റ്റിയറിംഗ് ആണ്, അത്യാവശ്യം വെയിറ്റഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഈ സ്റ്റിയറിംഗിൽ ഇപ്പോൾ നോർമൽ ആണെങ്കിലും അല്ലെങ്കിൽ ഈക്കോ ആണെങ്കിലും വലിയ വ്യത്യാസം ഞാൻ കണ്ടില്ല കേട്ടോ, വലിയ മാറ്റമൊന്നും ഞാൻ കണ്ടില്ല. ഈ ഒരു പാഡ് ഷിഫ്റ്റർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കാണാനായിട്ട്. അത്യാവശ്യം നല്ലൊരു ക്ലാസി ഫീലുള്ള ഒരു പാഡ് ഷിഫ്റ്ററാണ്. കൂടാതെ സ്റ്റിയറിംഗ് വീലും അത്യാവശ്യം നൈസ് ടു ഹോൾഡ് ആണ് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഓടിക്കുമ്പോൾ ഇപ്പോൾ നമ്മളെപ്പോഴും എഞ്ചിൻ്റെ ഒരു പവർ ടോർക്ക് ഫിഗറുകളുടെ കാര്യം പറയുമ്പോൾ NVHൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ 3 സിലിണ്ടറാണ്. എങ്ങനെയുണ്ട് അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക NVHന് എങ്ങനെയാണ് NVHനെ ആ ഒരു വണ്ടിയെ ബാധിച്ചിട്ടുള്ളത് ഈ ഒരു 3 സിലിണ്ടർ ആയതുകൊണ്ടെന്നൊക്കെ ചോദിക്കില്ലേ. ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് വെൽ റിഫൈൻഡ് ആയിട്ട് എഞ്ചിൻ തന്നെയാണ് വെന്യൂവിൻ്റെ ഏറ്റവും മികച്ച പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. വെന്യൂവിൻ്റെ നല്ല Hyundai കാറുകളുടെ എഞ്ചിന് എപ്പോഴും ഒരു എഞ്ചിനുകൾക്ക് എപ്പോഴും ഒരു റിഫൈൻമെൻറ്റ് കൂടുതലുണ്ട്. ആ ഒരു റിഫൈൻമെൻറ്റ് ഈ ഒരു വണ്ടിക്കും കാണാമെന്നുള്ളതാണ്. അപ്പോൾ കാല് കൊടുത്ത് ഓടിച്ച സ്ഥിതിക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒന്നുകൂടി ഊന്നി വരികയാണ്. അതായത് ഈ വണ്ടിക്ക് 3 എഞ്ചിൻ മോഡുകളുണ്ട്. ഞാൻ പറഞ്ഞു നോർമൽ, ഇക്കോ, സ്പോർട്ട്. ഡ്രൈവ് മോഡ് എന്ന് പറയാൻ പറ്റില്ല, എഞ്ചിൻ മോഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നോർമൽ മോഡും അല്ലെങ്കിൽ ഈക്കോ മോഡും ഒക്കെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസി കേന്ദ്രീകരിച്ചിട്ടാണെങ്കിൽ സ്പോർട്ട് മോഡ് കുറച്ചും കൂടി ഒരു ഇത്തിരി പഞ്ചായിട്ട് ഓടിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ടർബോ പെട്രോൾ ഫോർ ദാറ്റ് മാറ്റർ ഒരു ഇത്തിരി ഫ്യൂവൽ എഫിഷ്യൻസി കുറവ് കാണിക്കും നമ്മളൊന്ന് കാല് കൊടുത്ത് ഓടിച്ചാൽ. അതിന് കാരണം എന്ന് പറയുന്നത് 1-2 കാരണങ്ങളുണ്ട്. അതിൽ 1-2 കാരണങ്ങൾ ഞാൻ ലളിതമായിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഡീസൽ എന്ന് പറയുന്ന ആ ഒരു ഫ്യൂലും പെട്രോൾ എന്ന് പറയുന്ന ഫ്യൂലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പെട്രോൾ പെട്ടെന്ന് വറ്റിപ്പോകുന്നൊരു ഫ്യൂലാണ്. അപ്പോൾ പെട്രോൾ അങ്ങനെ പെട്ടെന്ന് വറ്റിപ്പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് നട്ടുച്ചയാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ഹ്യൂമിഡിറ്റി കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ ചൂട് കൂടി നിൽക്കുന്ന സമയത്ത് അടിച്ചാൽ ആ ഒരു കിട്ടുന്ന പെട്രോൾ എന്ന് പറയുന്ന പെട്രോളിൻ്റെ ആ ഒരു അളവ് കുറയും. അങ്ങനെ കുറയുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതും മൈലേജിനെ ബാധിക്കുന്നതിന് നമുക്ക് തോന്നും.
പിന്നെ ടർബോ പെട്രോൾ എന്ന് പറയുമ്പോൾ കൂടുതൽ എയർ കൊടുത്തതാണല്ലോ ഈ ഒരു ഫ്യൂൽ കത്തിക്കുന്നത്. അപ്പോൾ ബും എന്ന് കത്തിപ്പോകുന്നൊരു കാര്യം കൂടി കൊണ്ട് ശരിക്കും ടർബോ പെട്രോളിൽ നമ്മൾ കാല് കൊടുത്ത് ചവിട്ടി കുത്തി ഓടിച്ചാൽ ഫ്യൂൽ എഫിഷ്യൻസി തീർത്തും ഡ്രോപ്പ് ആവുന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അപ്പോൾ ആ ഒരു ഫാക്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പറഞ്ഞ വണ്ടികളിലൊക്കെ ഫ്യൂൽ എഫിഷ്യൻസി ചെക്ക് ചെയ്യാനായിട്ട്. അതായത് ഒരു ചെറിയ ത്രോട്ടിൽ ഏകദേശം ഒന്ന് സ്മൂളായി അല്ലെങ്കിൽ സ്മൂളായില്ല എന്നുള്ള ആ ഒരു ലെവലിൽ ഓടിച്ചാൽ നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉറപ്പാണ്. അത് മാത്രമല്ല കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ തീർത്തും ഫണ്ടിന് വേണ്ടി മാത്രം ഓടിക്കണം. അതായത് എൻലൈൻ വാങ്ങുന്ന ആൾക്കാർ അറിയാമായിരിക്കും എൻലൈൻ വാങ്ങുന്നത് ഒരു ഫൺ ഫാക്ടറുള്ള വണ്ടി എന്ന നിലയ്ക്കാണ്, അല്ലാണ്ട് ഫ്യൂൽ എഫിഷ്യൻസി എന്നുള്ള നിലയ്ക്കല്ല എന്നുള്ളത് ഒരു ഫാക്ട് കൂടിയാണല്ലോ. അപ്പോൾ ശരിക്കും വെന്യൂ വന്നപ്പോൾ മുതൽ വെന്യൂവിന് അത്യാവശ്യം എന്താ പറയുക ഒരു ജനസമ്മതി ഉണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് വെന്യൂവിൽ ഈ ഒരു ഓപ്ഷൻസ് കൂടുതലുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, ഡീസലുണ്ട്, പെട്രോൾ, ടർബോ പെട്രോൾ ഉണ്ട് എന്നൊക്കെ. അതിൻ്റെ കൂടെ ഇപ്പോൾ മാനുവൽ, ഓട്ടോമാറ്റിക്കിന് ഓട്ടോമാറ്റിക്, AMT ഞാൻ പറഞ്ഞെങ്കിലും AMT അല്ല, അത് IMT ആണ്. അതായത് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ക്ലച്ച് ഔട്ടണ്ട ഗിയർ മാറണം എന്നുള്ള ആ ഒരു സംഗതിയാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ മുഴുവനായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കിലേക്ക് എത്താൻ പൂർണ്ണമായിട്ടും മനസ്സിലാത്ത ആളുകൾക്ക്, എന്നാൽ ക്ലച്ച് ഔട്ടുമ്പോൾ കാല് വേനിക്കും എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് പറയുന്ന ആളുകൾക്ക് ആ ഒരു IMT ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. അവർക്കാണ് ആ ഒരു IMT ഏറ്റവും ഗുണമെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ DCT എന്ന് പറയുന്ന ഈ ഒരു ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ല ഒരു പഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് തരുന്നുണ്ട് ഞാൻ പറഞ്ഞു. ക്വിക്കാണ് ഷിഫ്റ്റൊക്കെ. DCT ഒബ്വിയസ്ലി ക്വിക്കാണ്. ആദ്യത്തെ ആ ഒരു ചെറിയ ഒരു ഷിഫ്റ്റിൻ്റെ ഒരു ലാഗ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ക്വിക്ക് കയറുമ്പോൾ ഒന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫോക്സോൺ GTDS ഓടിച്ചിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ എന്താ പറയുക പല ഫോക്സോൺ കാറുകളുടെ ഒരു DSG ഓടിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു DCT സ്വഭാവം അറിയാമായിരിക്കും. അതുമാത്രമല്ല DCT എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്ലച്ച് ആയിട്ടുള്ള ഒരു AMT തന്നെയാണ്. AMT എന്ന് പറയുമ്പോൾ AMTയുടെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള രൂപം എന്ന് പറയാം. അപ്പോൾ ശരിക്കും ഈ ഒരു വെന്യൂവിൽ ഈ ഒരു എൻജിൻ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രശ്നമായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കുറവായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വെന്യൂവിന് ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളതാണ്. അതങ്ങനെ പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. കാരണം സോണറ്റിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്. സോണറ്റിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ മികച്ച ഒരു ഓപ്ഷനാണ്. ഡീസലും ആ ഒരു ടോർക്ക് കൺവേർട്ടറും. അത് ഹ്യുണ്ടായി മിസ് ചെയ്തു എന്ന് പറയാൻ കാരണം ഹ്യുണ്ടായിക്ക് അത് ഈസിലി അവൈലബിൾ ആയിരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ വെന്യൂവിൽ ഞാൻ കണ്ട ഒരു സെയിൽസ് പെർസ്പെക്റ്റീവിൽ ഇത്തിരി എന്താ പറയുക ഒരു നെഗറ്റീവ് സൈഡ്. പക്ഷേ അതൊന്നും പ്രശ്നമല്ല. കാരണം IMT അത്യാവശ്യം നന്നായി തന്നെ വെക്കുന്നുണ്ടെന്നാണ് സെയിൽസ് ടീമിൻ്റെ അടുത്ത് അറിഞ്ഞത്. കൂടാതെ ഈ ഒരു എൻലൈനും അത്യാവശ്യം നല്ല ഒരു ജനസമ്മതി കിട്ടിയിട്ടുണ്ട്. കാരണം കാഴ്ചകളുടെ ലുക്കൊക്കെ തന്നെയാണ്. അപ്പോൾ ജനസമ്മതിയുടെ കാര്യം പറയുമ്പോൾ ഈ എൻലൈൻ്റെ ഒരു രൂപത്തിൽ വന്ന ആ ഒരു റെഡ് ലൈൻ വളരെ സട്ടിലാണത്. പക്ഷേ ആ ഒരു സട്ടിലായിട്ട് കാര്യം തന്നെ ശരിക്കും വണ്ടിക്ക് ഒരു വലിയ ഒരു ആകർഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു SUV നോക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടത് ഒരു പെട്രോൾ SUV ആണ്. അതായത് ഡീസൽ ഓപ്ഷൻസ് വളരെ കുറവാണ്. കൂടാതെ ഡീസലിൻ്റെ DPF പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാം. അതൊന്ന് കൊണ്ടുനടക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ അറിയാം. ടർബോ പെട്രോൾ അത്ര തന്നെ ഒരു എഫിഷ്യൻറ്റും പെർഫോമൻസും തരുന്നുണ്ട് എന്നുള്ളത് ഡീസലിനെ റീപ്ലേസ് ചെയ്യാൻ തക്കവണ്ണം പര്യാപ്തമായ വണ്ടി എന്ന നിലയ്ക്കൊക്കെ ഈ ഒരു ടർബോ പെട്രോളുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു SUV നോക്കുകയാണ്, SUV നോക്കുന്നുണ്ട് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കണം. ഫ്യൂൽ എഫിഷ്യൻ എന്ന് പറയുമ്പോൾ മെല്ലെ ഓടിക്കുമ്പോൾ ഫ്യൂൽ എഫിഷ്യൻറ്റും, എന്നാൽ ഇടയ്ക്കൊന്ന് കാലെടുത്ത് ഓടിക്കും വേണം, വലിയ എഞ്ചിൻ സൈസൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ ഒരു Hyundai Venue N Line എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയുള്ളൂ. ടെസ്റ്റ് ഡ്രൈവ് നോക്കൂ. NCS Hyundai എന്നാണ് നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത്. NCS Hyundai പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് നോക്കൂ. വണ്ടിപ്രാന്തൻ്റെ വീഡിയോ കണ്ട് വരികയാണ് എന്ന് പറയാൻ, വണ്ടിപ്രാന്തൻ ചാനലിൽ വീഡിയോ കണ്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരിത്തിരി ലോങ് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ തന്നേക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന കഥയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെ നമ്മുടെ എന്തിനും അറിയാലോ. മാനുവൽ മോഡാക്കി ഡൗൺ ചെയ്തു. ആ ഒരു മ്യൂസിക് 2 years സ്ലോ ചെയ്തു. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരെയും നന്ദി, നമസ്കാരം.